ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കൂണ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അതിന് തന്നെ നെല്ലിൻ്റെ പുല്ലില്ലേ, അത് ഇട്ടാണ്ട് ഒരു ദിവസം ഇത് ബക്കറ്റിൽ ഇട്ടാണ്ട് വെള്ളം ഒഴിച്ചാണ്ട് കല്ല് വെക്കുകയാണ്. അത് വെച്ചിട്ട് ഇങ്ങനെ വെള്ളം കിട്ടുക, ചളിയൊക്കെ പോകണം കേട്ടോ. അച്ചേക്ക് വെച്ചിട്ട് കാര്യമില്ലേ. അപ്പം പിന്നെ നമ്മൾ ചെമ്പില്ലേ, അതിൽ പുല്ലാക്കിയാണ്ട് വെള്ളം ഒഴിക്കട്ടോ, അങ്ങനത്തെ ചൂടാക്കിയാണ്ട് ഇറക്കുക കേട്ടോ. എന്നിട്ട് വെയിലത്ത് വെക്കട്ടോ, കുറച്ച് നനവ് വേണം കേട്ടോ. പിന്നെ കൂണ് വിത്ത് വേണേ, കൂണ് വിത്ത് നമ്മൾ ഓർഡർ ചെയ്താണ് കേട്ടോ. തേക്കുന്ന നെല്ലിൻ്റെ പുല്ല് നമ്മൾ ഔട്ടാക്കി വെക്കണ. എന്നിട്ട് കവർ ചെയ്യേ, അത് റബ്ബർ ബാൻഡ് കൊണ്ടോ നൂല് കൊണ്ടോ എന്തെങ്കിലും കെട്ടണം കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും കാണുന്നില്ലേ, കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതാക്കുക കേട്ടോ. കൂണിട്ട് ഇപ്പം കാണിച്ചു തേക്ക്. കൂണ് വിത്ത് ഇടണം കേട്ടോ. അത് സാധാരണ പോലെ ഇട്ടാൽ മതിയേ. എന്നിട്ട് നമ്മളെ നെല്ലിൻ്റെ പുല്ലി അത് ഇങ്ങനെ വെക്കുക കേട്ടോ. വെച്ചിട്ട് പിന്നെ വട്ടത്തിലുള്ള കൂണ് വിത്ത് ഇടണേ. വട്ടത്ത് ഇങ്ങനെ ഇടണം കേട്ടോ. വട്ടത്തിടണം. എന്നിട്ട് അതിൻ്റെ മേലെ പുല്ല് വെക്കണേ. എന്നിട്ട് അതിൻ്റെ മേലെ ഒക്കെ കൂണ് വിത്ത് വേണം കേട്ടോ. ഇങ്ങനത്തെ ഒക്കെ വെച്ചാണ്ട് വെക്കണേ. എന്നിട്ട് നൂലുകൊണ്ട് റബ്ബർ ബാൻഡ് കൊണ്ട് കെട്ടണം വാങ്ങിയത് ഇതേപോലെ കെട്ടിട്ട് നമ്മൾ നൂലുകൊണ്ടാണ് കെട്ടിയ. പിന്നെ ഡച്ചോളം ചെയ്യുക, അത് സൂചിമേലാക്കിയാണ്ട് ഇങ്ങനെ കുത്തുക. അങ്ങനെ കുത്തിയാൽ ആ കൂണ് വരുമല്ലോ ഓട്ടക്കൂടെ. ഇങ്ങനെ കുത്തണം കേട്ടോ. ഇവിടെ ഇങ്ങനെ പടക്കം വെക്കണേ, ഉള്ള കാച്ചു പോവാനാണ്. സോറി, കൂണ് വരാമെന്നല്ലേ. അത് പൊട്ടി ഇങ്ങോട്ട് വരുവേ. ഇതൊക്കെ റെഡി ആയിട്ടോ. ഇങ്ങനത്തെ 15 ദിവസം വെക്കണം കേട്ടോ. വെച്ചിട്ട് എത്ര കൂണ് നോക്കി നല്ല രസമായി കാണാൻ. പറിക്കണം നമ്മൾ. ഞാനത്തെ പറിക്കണേ. അതായി. പിന്നെ മഞ്ഞൾപ്പൊടി ഇതാണ് കേട്ടോ. പിന്നെ ഉപ്പും പിന്നെ കുരുമുളക് പൊടി അങ്ങോട്ട് ഫ്രൈ ആക്കി ഇറക്കട്ടോ. ചട്ടിയിൽ ഇട്ടാണ്ട് ഓയിൽ ഒഴിച്ചാണ്ട് അയക്കിടെത്തുക. ഉള്ളി മുളക് അരച്ചെടുക്കണേ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള.